നമുക്കിനി ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് വിഷ്ണുവാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. വിഷ്ണു, നമ്മൾ ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഫസ്റ്റ് മിനിറ്റിലേക്ക് തന്നെ ഒരു റെസ്പോൺസ് പരിശോധിക്കുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 24,900 എന്നുള്ള ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ജാസ്മിൻ പറഞ്ഞ വളരെ ശരിയാണ്. മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കൂടെ തന്നെ ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണം എന്ന് പറയാൻ സാധിക്കും. അതായത് നിഫ്റ്റി ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് രീതിയിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഒരു ട്രേഡിംഗ് ലെവൽ നോക്കുമ്പോൾ 24,901 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് നടക്കുന്നത്. അതായത് 24 പോയിന്റിൻ്റെ ഒരു നേട്ടം നിഫ്റ്റി 50-ലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 55,643 എന്നൊരു നിലയിൽ 90 പോയിന്റിൻ്റെ ഇടിവാണ് നമുക്ക് ഈ ഒരു ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇന്നത്തെ ഒരു NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നേരിയ ഒരു മുൻതൂക്കം നമുക്ക് ബുൾസിനുണ്ടെന്ന് കാണാൻ സാധിക്കും. 2,681 ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് തുടരുമ്പോൾ 1,500-ലധികം ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ ആദ്യ മണിക്കൂറിൽ സാധിക്കുന്നുണ്ട്. 1,018 ഓഹരികളാണ് നിലവിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. 91 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടൊരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ 52 വീക്ക് നോക്കുമ്പോൾ 51 ഓഹരികൾ 52 വീക്ക് ഹൈ ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ 52 വീക്ക് ലോയിൽ നമുക്ക് കാണുന്നത് 28 ഓഹരികളാണ്. അപ്പർ സർക്യൂട്ട് നോക്കുമ്പോൾ 50 ഓഹരികൾക്ക് അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലോവർ സർക്യൂട്ടിൽ 30 ഓഹരികൾ എന്നൊരു രീതിയിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് ഇന്നിപ്പോൾ NSEയിലെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് തുടക്ക സമയത്തിൽ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ കൂടി നോക്കാം. നിലവിൽ നമുക്ക് കാണുന്ന നിഫ്റ്റി 50-ൽ ഇപ്പോൾ 18 ഓഹരികളാണ് നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നത്. 31 ഓഹരികൾ ഇടിവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ടോപ്പ് ഗെയിനർ ലിസ്റ്റിലുള്ള ഓഹരികൾ നമ്മൾ നോക്കുമ്പോൾ ബജാജ് ഓട്ടോ, റിലയൻസ്, ഹീറോ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ് ഇത്തരം ഓഹരികളിലാണ് ഇന്ന് 1% മുകളിൽ തൊട്ട് 2% വരെയൊക്കെയുള്ള ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഇടിവ് രേഖപ്പെടുത്തുന്ന നിഫ്റ്റി 50 ഓഹരിയിലോട്ട് വരുമ്പോൾ ഇന്ന് ശ്രീറാം ഫൈനാൻസ്, SBI ലൈഫ്, ബജാജ് ഫിനാൻസ്, BEL തുടങ്ങിയ ഓഹരികളിലൊക്കെ 1% മുകളിലേക്ക് നിൽക്കുന്ന ഇടിവുമായിട്ടാണ് ഈ ഒരു മണിക്കൂറിൽ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ നിലവിൽ നമുക്ക് കാണുന്നത് 7 ഓഹരികൾ നേട്ടം, 5 ഓഹരികൾ ഇടിവ് എന്നൊരു രീതിയിലെ ട്രേഡിംഗ് ആണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. കാനറ ബാങ്ക്, കോട്ടക് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഓഹരികളൊക്കെ ഇപ്പോൾ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇടിവുമായി ട്രേഡ് ചെയ്യുന്ന ഓഹരികൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, AU ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നീ ഓഹരികളാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസ് അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സസ് പെർഫോമൻസുകളിലോട്ട് കൂടി ഒന്ന് പോകാം. ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാർക്കറ്റിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സസിൽ നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. പല ഇൻഡെക്സസുകളും ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണെങ്കിൽ കൂടി ഭൂരിഭാഗം ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ് 50 നോക്കുമ്പോൾ 0.13% നേട്ടമുണ്ട്. സ്മോൾ ക്യാപ് 100-ലോട്ട് വരുമ്പോൾ 0.2% നേട്ടമാണ് കാണുന്നത്. മിഡ് ക്യാപ് 50, മിഡ് ക്യാപ് 100 ഒക്കെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സെക്ടറൽ ഇൻഡെക്സസിലോട്ട് വരുമ്പോൾ സമ്മിശ്രമായൊരു പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിന് പുറമെ ഫൈനാൻഷ്യൽ സർവീസസ്, FMCG, റിയൽറ്റി, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് തുടങ്ങിയ സൂചികയിലൊക്കെ നമുക്കിപ്പോൾ ഇടിവുമായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നേട്ടത്തിലുള്ള ഓഹരികളിലോട്ട് വരുമ്പോൾ നിഫ്റ്റി IT, മീഡിയ, മെറ്റൽ, എനർജി, PSU ബാങ്ക്, ഹെൽത്ത് കെയർ ഇൻഡെക്സ് തുടങ്ങിയ സൂചികയിലൊക്കെ നമുക്ക് നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ഇടിവിലുള്ള സൂചികൾ പരിശോധിക്കുമ്പോൾ തന്നെ പല സൂചികയിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവൊക്കെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ തന്നെ റിയൽറ്റി കൂടാതെ ഫൈനാൻഷ്യൽ സർവീസസ് സൂചിയൊക്കെ ഏകദേശം 1% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവുമാണ് ഈ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. നേട്ടത്തിലോട്ട് വരുമ്പോൾ മീഡിയ സൂചികയിലാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. 0.8% ഒരു മുന്നേറ്റമാണ് മീഡിയ സൂചികയിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. മെറ്റൽ 0.23% നേട്ടം എന്നിങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി മാർക്കറ്റിലെ മറ്റു ചില ന്യൂസുകളിലോട്ട് കൂടി പോകാം. ഏതായാലും ഇന്നത്തെ ഒരു IPO സംബന്ധിച്ചൊരു ന്യൂസ് ആദ്യം ഷെയർ ചെയ്യാനുള്ളത് ഇന്ന് സബ്സ്ക്രിപ്ഷനുമായി വരുന്ന ഒരു കമ്പനിയെ പറ്റിയാണ്. അതായത് ഇന്ന് സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ശ്രീജി ഷിപ്പിംഗ് ആണ്. ശ്രീജി ഷിപ്പിങ്ങിനെ കുറിച്ച് അവരുടെ IPO നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 410 കോടിയുടെ ഒരു സമാഹരണമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതായത് ഏകദേശം 1.63 കോടി ഓഹരികളുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. കൂടാതെ പ്രൈസ് ബാൻഡായിട്ട് വരുന്നത് 240 മുതൽ 252 വരെ എന്നുള്ളൊരു പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ലോട്ടിൽ 58 ഓഹരികളാണ് ഉണ്ടാകുന്നത്. ഇഷ്യൂ അവസാനിക്കുന്നത് ഓഗസ്റ്റ് 21-നാണ്. ലിസ്റ്റിംഗ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് 26-ന് എന്നുള്ളൊരു ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത്. മാത്രമല്ല ഇനി IPOയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ബ്ലൂ സ്റ്റോൺ ഓഹരി ജുവലേഴ്സിൻ്റെ
കമ്പനിയുടെ ഓഹരികളൊക്കെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ മാർക്കറ്റിൽ എന്നൊരു ന്യൂസാണ് ഷെയർ ചെയ്യാറുള്ളത്. ഏതായാലും 1.6% ഒരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഒരു ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഒരു പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് നിലവിലത്തെ ഒരു ലിസ്റ്റിംഗ് പ്രൈസായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നത് 508 എന്നുള്ള ഒരു പ്രൈസിലാണ് BSE ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു കമ്പനിയുടെ ഒരു ലിസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറീസ് ഇപ്പോൾ മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത്. ചില ബ്രോക്കറേജ് കോളിലോട്ട് കൂടി നമുക്ക് പോകാം. നിലവിലൊരു ബ്രോക്കറേജ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് HSBC L&T ടെക്കിന് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് കോളാണ്. ഏതായാലും HSBC നിലവിൽ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4790 എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ഒരു സജഷൻ പ്രകാരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നൽകാനുള്ള ഒരു കാരണത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് അടുത്തൊരു Q2 റിസൾട്ട് ആയിരിക്കാം L&T ടെക്കിൻ്റെ ഒരു ബോട്ടം എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു റിക്കവറി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കൂടാതെ ഓട്ടോ സെക്ടറൊക്കെ നോക്കുമ്പോൾ നേരിയ തോതിൽ ഒരു വീക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചെങ്കിലും L&T ടെക്നോളജിൻ്റെ മറ്റു സെഗ്മെൻറ്റിലുള്ള ബിസിനസ്സുകളൊക്കെ നോക്കുമ്പോൾ കാര്യമായ ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും 4790 എന്നുള്ളൊരു പ്രൈസാണ് HSBC നിലവിൽ L&T ടെക്കിന് ടാർഗറ്റായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC ആണ്. NTPCക്ക് ഇപ്പോഴൊരു ബ്രോക്കറേജ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് ബേൺസ്റ്റൈനിൽ നിന്നാണ്. 433 എന്നുള്ളൊരു പ്രൈസാണ് നിലവിലത്തെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും NTPC 2032 ഒരു 149 ജിഗാവാട്ട് എന്ന രീതിയിലേക്കുള്ളൊരു കപ്പാസിറ്റി ഉയർത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബേൺസ്റ്റൈൻ ഇപ്പോൾ NTPCക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ ന്യൂക്ലിയറിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 30 ജിഗാവാട്ട് എന്നൊരു രീതിയിലേക്ക് 2047 ഉയർത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ടാർഗറ്റാണ് കമ്പനിയുടെ ഭാഗത്തുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് NTPCക്ക് നൽകിയതായിട്ട് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഒരു ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിലോട്ട് നമുക്ക് ഒന്നുകൂടി വരാം. നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഒരു സമ്മിശ്രമായ അല്ലെങ്കിൽ ഫ്ലാറ്റായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ജാസ്മിൻ ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ആണ് മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്.